ഈ ക്ലാസ്സിൽ കാണാൻ പോകുന്നത് കുറച്ച് എക്സസൈസ് പ്രോബ്ലംസ് ആണ്. തൊട്ട് മുമ്പിൽ എടുത്ത ക്ലാസ്സുകളുടെ തിയറീസ് വെച്ചിട്ടുള്ള എക്സസൈസ് പ്രോബ്ലംസ്. Write the first 5 terms of the sequence an. The first one, ഈ ക്വസ്റ്റ്യൻ നമ്പർ 2 എന്നിട്ടുള്ളത് എക്സസൈസിലെ 9.1 സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്നാണ് അർത്ഥം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നിങ്ങൾ തന്നെ ചെയ്ത് പിടിക്കാം. -1 raised to n plus 1, 2 raised to n divided by n plus 1. ആദ്യം ചെയ്യേണ്ടതിനെ an എന്ന് പറഞ്ഞ് എഴുതാം. At an is equal to -1 raised to n plus 1 into 2 raised to n by n plus 1. Then a1, n ന് 1 കൊടുക്കുമ്പോൾ -1 raised to 1 plus 1, 2 raised to 1 by 1 plus 1 is equal to -1 raised to 2 into 2 divided by 2 is equal to 1. 2 cut ചെയ്ത് പോയി +1. Then a2, n equal to കൊടുക്കുമ്പോൾ -1 raised to 2 plus 1 into 2 raised to 2 divided by 2 plus 1, that is equal to -1 raised to 3 into 2 raised to 2 4 divided by 3, that is equal to -4 by 3. ഇതുപോലെ n is equal to 3 കൊടുക്കുമ്പോൾ a3 കിട്ടും, അത് 2 ആണെന്ന് കിട്ടും. അതുപോലെ a4ഉം a5ഉം കണ്ടുപിടിക്കുക. ഇത് വളരെ എളുപ്പമുള്ളതായതുകൊണ്ട് n വാല്യൂസ് കൊടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അധികം ചെയ്യുന്നില്ല. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6 നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഈ ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ദെൻ ഫൈൻഡ് an expression for the nth term of the sequence. ഇതാണ് തന്നിട്ടുള്ള സീക്വൻസ്. 1/2, 2/3, 3/4, 4 ഇത് മിസ്റ്റേക്ക്, ഇത് 4/5 ആണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ അവിടുത്തെ ട്രെൻഡ് എന്ന്. ഫസ്റ്റ് ടൈം ന്യൂമറേറ്ററുകൾ നോക്കാം. 1, 2, 3, 4, 5. അപ്പൊ എന്ത് വരണം? ഫസ്റ്റ് ടൈം ആയപ്പോ ന്യൂമറേറ്റർ 1, സെക്കൻഡ് ടൈം ആയപ്പോ ന്യൂമറേറ്റർ 2, തേർഡ് ടേം ആയപ്പോ ന്യൂമറേറ്റർ 3, ഫോർത്ത് ടേം ആയപ്പോ ന്യൂമറേറ്റർ 4. അപ്പൊ nth ടൈം വരുമ്പോ ന്യൂമറേറ്റർ n വരണം. ഡിനോമിനേറ്റർ എന്ത് വരണം? എന്താണോ ന്യൂമറേറ്റർ എടുക്കുന്നത് അതിനേക്കാൾ 1 കൂടുതൽ. അപ്പോൾ ന്യൂമറേറ്റർ n ആയതുകൊണ്ട് താഴെ n plus 1. The next question, -1, 1/2, -1/6. ഇതാണ് നമ്മുടെ nth ടൈം കേട്ടോ ഈ ക്വസ്റ്റ്യനിലെ. Then 1/24, -1/20 അങ്ങനെ പോകും. നോക്കാം. 1 എന്ന് പറഞ്ഞാൽ ഇതൊരു നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ടെക്നിക്കാണത്. 1 എന്ന് പറഞ്ഞാൽ 1 ഫാക്ടോറിയൽ അല്ല, 2 എന്ന് പറഞ്ഞാൽ 2 ഫാക്ടോറിയൽ അല്ല, 6 എന്ന് പറഞ്ഞാൽ 1 into 2 into 3 ആണ്, that is 3 factorial. 24 എന്ന് പറഞ്ഞാൽ 1 into 2 into 3 into 4, that is 4 factorial. 5 is 1 into 2, 120 is 1 into 2 into 3 into 4 into 5, that is 5 factorial. അങ്ങനെ നോക്കുമ്പോൾ an എന്ത് വരും? 1/n factorial. കാരണം ഫസ്റ്റ് ടൈം ആയപ്പോൾ 1 ഫാക്ടോറിയൽ, സെക്കൻഡ് ടൈം ആയപ്പോൾ 2 ഫാക്ടോറിയൽ, തേർഡ് ടൈം ആയപ്പോൾ 3 ഫാക്ടോറിയൽ, ഫോർത്ത് ടൈം 4 ഫാക്ടോറിയൽ. അങ്ങനെയാണെങ്കിൽ nth ടൈം ആയപ്പോൾ n ഫാക്ടോറിയൽ. ഇനി പ്രശ്നം വരാൻ പോകുന്നത് ഈ ചിഹ്നങ്ങൾ പ്ലസ് മൈനസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് മാറുന്നതാണ്. ഇവിടെ ഫസ്റ്റ് ടൈം നെഗറ്റീവ് ആണ്, സെക്കൻഡ് ടൈം പോസിറ്റീവ്. അപ്പോൾ -1 raised to n കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ n equal to 1 ആകുമ്പോൾ പോസിറ്റീവ് 1, n equal to 2 ആകുമ്പോൾ n equal to 1 ആകുമ്പോൾ -1, 2 ആകുമ്പോൾ പോസിറ്റീവ് 1. അതായത് n-ന്റെ വാല്യൂസ് ഈവൺ നമ്പർ വരുമ്പോൾ പോസിറ്റീവും ഓഡ് നമ്പർ വരുമ്പോൾ -1ഉം വരണം. ആ അർത്ഥത്തിൽ ഇതിങ്ങനെയാണ് വരിക, -1 raised to n by n ഫാക്ടോറിയൽ. നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസിലും ഇങ്ങനെ പല വ്യത്യാസങ്ങളും വരും. അത് നിങ്ങൾ ഇങ്ങനെ ട്രെൻഡ് വെച്ചിട്ട് നോക്കുക. ഇപ്പൊ ഒരു ടീച്ചറിന് പറഞ്ഞ് മനസ്സിലാക്കാൻ പോലെ കുറെ പരിമിതികളുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ലോജിക്ക് വെച്ചിട്ട് ബൈ പ്രാക്ടീസ് നേടിയെടുക്കേണ്ട കാര്യങ്ങളാണ്. അടുത്ത ടേം ഇങ്ങനെയാണ്, 1/1 into 2, 2/2 into 3, 3/3 into 4 അങ്ങനെ തന്നെ പോകുമ്പോൾ നിങ്ങൾ നോക്കി, ഫസ്റ്റ് ടൈം 1, സെക്കൻഡ് ടൈം 2, തേർഡ് ടൈം 3, ഫോർത്ത് ടൈം 4, ഫിഫ്ത്ത് ടൈം 5. അങ്ങനെയാണെങ്കിൽ nth ടേം n ഡിവൈഡ് ബൈ ഇവിടെ 1 into 2, 2 into 3, 3 into 4. ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് ന്യൂമറേറ്റർ എന്തോ അത് തന്നെ താഴെ വരണം, ഇൻറ്റു അതിനേക്കാൾ 1 കൂടുതൽ. ന്യൂമറേറ്റർ n ആണെങ്കിൽ താഴെ എന്ത് വരണം? അത് തന്നെ വരണം, ഇൻറ്റു അതിനേക്കാൾ 1 കൂടുതൽ, n plus 1. ഇതുപോലെ ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. 8th one homework ആയിട്ട് ചെയ്യുക. Determine whether the sequence n converges or decreases. Diverges. നമ്മൾ പഠിച്ച തിയറി പ്രകാരം ഒരു സീക്വൻസ് കൺവെർജന്റ് ആണോ നോക്കണമെങ്കിൽ ലിമിറ്റ് nth ടൈം ഏതാ an, അതിന് ലിമിറ്റ് കണ്ടുപിടിക്കുക. ഇഫ് ലിമിറ്റ് exists then the sequence is convergent, otherwise it is divergent എന്നാണ് നമ്മൾ തിയറത്തിൽ പഠിച്ചിട്ടുള്ളത്. അത് പ്രകാരം an ഒരു തന്നിട്ടുണ്ട് 2n by n plus 1. ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി an കണ്ടുപിടിക്കണം. പല വഴികളും നമുക്കറിയാം. ഞാൻ 2 വഴി ഇവിടെ കാണിക്കാം. ഒന്ന്,
എന്നിന് നേരിട്ട് ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പൊ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വന്നു. നമ്മുടെ ഒരു ഉത്തരവിലെ ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. അപ്പൊ എന്ത് ചെയ്യണം? എലോപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യണം. എലോപ്പിറ്റൽ റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു n. ഇപ്പോൾ 2n ഡെറിവേറ്റീവ് 2 n+1 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കോഷ്യന്റ് റൂൾ ഉപയോഗിക്കരുത് കേട്ടോ. ന്യൂമറേറ്റർ ആയിട്ടും ഡിനോമിനേറ്റർ സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. n+1 ഡെറിവേറ്റീവ് n ഡെറിവേറ്റീവ് 1 1 ഡെറിവേറ്റീവ് 0. അപ്പൊ 2/1 2. അപ്പൊ ലിമിറ്റ് ഇവിടെ എക്സിസ്റ്റ് ചെയ്തു. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ലിമിറ്റ് ടെൻഡൻസി ഇൻഫിനിറ്റി ആയി കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ഒരു ഉത്തരം കിട്ടി. ഇൻഫിനിറ്റി അല്ലാത്തൊരു ഉത്തരം കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തെന്ന് പറയാം. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് സീക്വൻസ് കൺവെർജന്റ് ആണ്. അതിന് കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച തിയറി പ്രകാരം. ലിമിറ്റ് പോയിന്റ് എന്താണ്? ലിമിറ്റ് ടെൻഡൻസി ഇൻഫിനിറ്റി ആയി കിട്ടിയത് എത്ര? 2 ആണ്. സോ 2 is a ലിമിറ്റ് പോയിന്റ്. ഇതൊരു മെത്തേഡ്. മറ്റൊരു മെത്തേഡ് ലിമിറ്റ് ടെൻഡൻസി ഇൻഫിനിറ്റി ആയി is equal to ലിമിറ്റ് ടെൻഡൻസി ഇൻഫിനിറ്റി 2n by n+1. ഈ n-കളെ പുറത്തെടുക്കുക. ഇപ്പോൾ 2n ഡിവൈഡ് ബൈ ഇവിടുന്ന് ഡിനോമിനേറ്റർ n പുറത്തെടുക്കുമ്പോൾ n into 1 plus 1 by n ആവും. ഈ n കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 2 by 1 plus 1 by n. then ലിമിറ്റ് ടെൻഡൻസി ഇൻഫിനിറ്റി കൊടുക്കുക. 2 by 1 plus 1 by infinity 0 ആണ്. 2 by 1 plus 0 that is 2. സെയിം ഉത്തരമാണ് കിട്ടിയത്. നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് മെത്തേഡ് ചൂസ് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്ത് പഠിക്കുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ടെക്നിക്സുകളും പഠിക്കുക. എക്സാം ഹോളിൽ എത്തുമ്പോൾ അതിൽ നിങ്ങൾക്ക് ആ സമയത്ത് തോന്നുന്നത് എന്തോ, എളുപ്പമായിട്ട് തോന്നുന്നത് എന്തോ അത് അപ്ലൈ ചെയ്യുക. ഈ സീക്വൻസ് ആൻഡ് സീരീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെറ്റിനായാലും നിങ്ങൾ എഴുതാൻ പോണ ജാം അങ്ങനെ എല്ലാ എൻട്രൻസ് എക്സാമിനും സീക്വൻസ് സീരീസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളിത് വീട്ടിൽ നിന്ന് കൃത്യമായി ചെയ്ത് പഠിക്കണം. ടെക്സ്റ്റ് ബുക്ക് നോക്കി എക്സസൈസുകൾ ഇനിയും ഒത്തിരി ചെയ്ത് പഠിക്കണം. ഞാൻ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസുകൾ മാത്രമാണ് ചെയ്യുന്നത്. n is equal to 1 plus, next question, n is equal to 1 plus 2 into minus 1 raised to n. So a1 is equal to 1 plus 2 into minus 1 raised to 1, that is 1 plus 2 into minus 1, that is 1 minus 2 is equal to minus 1. a2 is equal to 1 plus 2 into minus 1 raised square, that is equal to 1 plus 2 into 1, that is 3. അതുപോലെ a3 കണ്ടുപിടിച്ചു, a4 കണ്ടുപിടിച്ചു. നമുക്ക് കാര്യം മനസ്സിലായി. a1 a3കളൊക്കെ -1ലോട്ടും a2 a4കളൊക്കെ 3ലോട്ടും 3ലോട്ടാണ് പോകുന്നത്. ഇതുപോലത്തെ എക്സാം നമ്മൾ കണ്ടായിരുന്നു, -1/n. അത് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ സീക്വൻസ് ഒരു യൂണിറ്റ് നമ്പറിലോട്ട് കൺവേർജ് ചെയ്യാത്തതുകൊണ്ട്, ഇതിന്റെ സീക്വൻസുകൾ ഒരു യൂണിറ്റ് നമ്പറുകൾ കിട്ടാത്തത് കൊണ്ട് രണ്ട് നമ്പേഴ്സുകൾ കിട്ടണേ. ഇതിന് ലിമിറ്റ് പോലെയുള്ള രണ്ട് നമ്പർ കിട്ടാം, -1ഉം 3ഉം. അപ്പോൾ ദ സീക്വൻസ് ഡസ് നോട്ട് approach a unit number, hence the given sequence is not convergent. Convergent അല്ലെങ്കിൽ divergent. It's divergent. The next question, n is equal to n minus 1 by n minus 1 by n minus 2n plus 1 by n square. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് ടേം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ലിമിറ്റിൽ വേറെ തിയറം പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് n tends infinity an plus bn is equal to limit n tends infinity an plus limit n tends infinity bn. ആ പ്ലസിന് പകരം മൈനസ് വെച്ചാലും സെയിം റൂൾ തന്നെ. അതാണ് ഇവിടെ ആദ്യം തന്നെ അപ്ലൈ ചെയ്തത്. ലിമിറ്റ് n tends infinity an is equal to രണ്ടിനും സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കുക. അതിവിടെ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം, എൽഹോപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം, ഇവിടെ എൽഹോപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. ഞാൻ ഇന്ന് നിങ്ങളെ ഈ മെത്തേഡ് കൂടെ മനസ്സിലാക്കാനായിട്ട് n പുറത്ത് ചെയ്യുന്നു എന്ന് മാത്രം. ലിമിറ്റ് n tends infinity n പുറത്തെടുക്കുമ്പോൾ n into 1 minus 1 by n divided by n is minus limit n tends infinity ഇവിടെ തന്നെ പുറത്തെടുക്കുമ്പോൾ 2 plus 1 by n divided by n square പോലെ 2, then 1 minus 1 n ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇവിടെ n ക്യാൻസൽ ചെയ്തപ്പോൾ ഇവിടെ ഒരു ഡിനോമിനേറ്ററിൽ ഒരു n വരും. then limit n tends infinity കൊടുക്കുമ്പോൾ 1 minus 1 by infinity 0, 1 minus 0 1, ഇവിടെ 1 ആയിട്ട് മാറി. this is 1. then ഇവിടെ 2 plus 0 by infinity, n ഇൻഫിനിറ്റി ആണ് കൊടുക്കണം. അപ്പൊ 2 by infinity നമുക്കറിയാം, താഴെ ഇൻഫിനിറ്റി വന്നെങ്കിൽ 0 ആണ്. സോ 1 minus 2 by infinity 0, that is 1. അപ്പൊ എന്ത് കിട്ടി? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് മനസ്സിലായത്? കൺവെർജന്റ് ആണെന്ന് മനസ്സിലായി. ഇങ്ങോട്ടാണ് കൺവെർജ് ചെയ്യുന്നത്? 1ലോട്ടാണ് കൺവെർജ് ചെയ്തതെന്ന് മനസ്സിലായി. ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ വരെ ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ n പുറത്തെടുക്കുന്ന പ്രോസസ്സിന്റെ പകരം എൽഹോപ്പിറ്റൽ അപ്ലൈ ചെയ്ത് ചെയ്യാം. ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. 2 ഹോംവർക്ക് ആയിട്ട് ചെയ്യാം, അല്ല 4 ഹോംവർക്ക് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ബൗണ്ടഡ് മോണോട്ടോൺ സീക്വൻസ്. ഒരു സീക്വൻസ് മോണോട്ടോൺ സീക്വൻസ് ആണെന്ന് പറയണമെങ്കിൽ സീക്വൻസ് an is increasing. ഓക്കെ, മോണോട്ടോൺ ഹെഡിങ്ങിനെയാണ് മോണോട്ടോൺ സീക്വൻസ്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു ഇൻക്രീസ് സീക്വൻസ് എന്താണെന്ന് കാണാനാണ് പോകുന്നത്. സീക്വൻസ് an is increasing if a1 less than a2 less than a3 etc. an less than n plus 1 less than etc. and decreasing if a1 greater than a2 greater than a3 etc. an greater than n plus 1 etc. അതായത് കൂടി വരുമ്പോൾ ഇൻക്രീസിങ്ങും കുറഞ്ഞു വരുമ്പോൾ ഡിക്രീസിംഗ് എന്നും കാണും. ഈ ഡെഫിനിഷൻ കേട്ട് നിങ്ങൾ പേടിക്കണ്ട, നമുക്കത് പതിയെ നോക്കാം.
ഷോ ദാറ്റ് ദ സീക്വൻസ് n by n plus 1 is increasing. ഇത് ഇൻക്രീസിംഗ് എന്നാണ് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രോസസ്സ് പ്രകാരം ഫസ്റ്റ് ടേം n എടുത്ത് എഴുതി, n is equal to n by n plus 1. ദെൻ ഇൻക്രീസിംഗ് ആണ് ഡിക്രീസിംഗ് ആണ് നോക്കാനുള്ള ഒരു എളുപ്പവഴി ഇതാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കി വേറെ മെത്തേഡിൽ ചെയ്ത് കാണും, പക്ഷെ അവിടെ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്. ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിന്റെ വ്യത്യാസം കാണും. ദെൻ കണ്ടുപിടിക്കുക n plus 1. n plus 1 എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ n ഉണ്ടോ അവിടെയൊക്കെ n plus 1 കൊടുക്കുക. n n plus 1 കൊടുക്കുക. അപ്പോൾ n plus 1 by n plus 1 plus 1, that is n plus 1 by n plus 2. അപ്പോൾ n കിട്ടി, n plus 1 കിട്ടി. Then find n by n plus 1, that is n by n plus 1 divided by n plus 1 by n plus 2. n by n plus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിനോമിനേറ്ററിലെ ഫ്രാക്ഷൻ വന്നതുകൊണ്ട് റാഷണൽ വന്നതുകൊണ്ട് റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ട് n into n plus 2 by n plus 1 whole square കിട്ടും. ദെൻ n is equal to 1 കൊടുക്കുക. അപ്പോൾ a1 by a2 that is equal to, നമുക്ക് ഇവിടെ കാണാം n ന് 1 കൊടുക്കുമ്പോൾ ന്യൂമറേറ്ററിൽ 3 വരും, താഴെ 2 സ്ക്വയർ വരും, 4 വരും. 3 by 4 ഡിനോമിനേറ്റർ ആണ് വലുത്, ഷുവർ ലെസ് ദാൻ 1 ആണ്. if n is equal to 2, a2 by a3 is equal to 8 by 9. നിങ്ങൾക്കിത് കാണാൻ പറ്റും. എങ്ങനെ ഏത് വാല്യൂസ് n കൊടുത്താലും എപ്പോഴും ഡിനോമിനേറ്റർ ന്യൂമറിനേക്കാൾ വലുതായിരിക്കും. ഡിനോമിനേറ്റർ എപ്പോഴൊക്കെയാണ് ന്യൂമറേറ്ററിനേക്കാൾ വലുതാവുന്നത് അപ്പോഴൊക്കെ നമ്മൾ കിട്ടുന്ന വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പൊ എന്ത് കിട്ടി? ഇൻ ജനറൽ n by n plus 1 ലെസ് ദാൻ n. എപ്പോഴൊക്കെ? ഫോർ ഓൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. n ന്റെ വാല്യൂ ഫോർ ഓൾ n greater than equal to n ന്റെ വാല്യൂ 1 ഒന്നിനേക്കാൾ മേലെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുക, n greater than equal to 1. അപ്പൊ ഇത് കിട്ടി n ലെസ് ദാൻ n plus 1. അതായത് n ന്റെ വാല്യൂസ് കൊടുക്കുമ്പോൾ a1 നേക്കാൾ വലുതാണ് a2, a2 നേക്കാൾ വലുതാണ് a3, a3 നേക്കാൾ വലുതാണ് a4, അങ്ങനെ a നേക്കാൾ വലുതാണ് n plus 1. അപ്പോൾ നമുക്ക് എന്താ കാണിക്കേണ്ടത് ഇൻക്രീസിംഗ് എന്നാണ്. ഇൻക്രീസിംഗ് എന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് ഷോ ചെയ്യേണ്ടത് we have to prove an less than n plus 1 for all greater than equal to n greater than equal to 1. Less than or equal to, okay. അപ്പോൾ എന്ത് നമുക്ക് കിട്ടി? ഇതിൽ ഇൻക്രീസിംഗ് ആണെന്ന് കിട്ടി. ഇതുപോലെ ഷോ ദാറ്റ് ദ സീക്വൻസ് n by e raised to n is decreasing. ഡിക്രീസിംഗ് എന്ന് കാണിക്കണം എന്ത് വേണം? ഇതുപോലെ തന്നെ ഫസ്റ്റ് ടേം an കൊടുത്തു, ദെൻ an plus 1 കണ്ടുപിടിച്ചു. nth ടേമിന് an കൊടുത്തു, an is equal to n by e raised to n. an plus 1 is equal to n plus 1 by e raised to n plus 1. Then n by n plus 1, that is n by e raised to n by n plus 1 by e raised to n plus 1. ഡിനോമിനേറ്ററിനെ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി n plus 1 into e raised to n plus 1 by e raised to n. നിങ്ങൾ ഇതിൽ n ന്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇട്ട് കൊടുത്ത് നോക്കിയതാണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇത് എപ്പോഴും n by n plus 1 ആയിരിക്കും. n ന് 1 കൊടുക്കുമ്പോൾ 1 by 2 0.5 വരും. n ന് 2 കൊടുക്കുമ്പോൾ 2 by 3 0.5 മേലെ വരും. n ന് 3 കൊടുക്കുമ്പോൾ 3 by 4 0.5 കൂടുതൽ വരും. അപ്പോൾ ഇത് എപ്പോഴും 0.5 കൂടുതലാണ്. നിങ്ങൾ എന്ത് വാല്യൂ വേണം ഇട്ട് നോക്കിക്കോ. n ന് for all n greater than or equal to 1 ഏത് ഇട്ട് കൊടുത്താലും ഞാൻ ഈ വരച്ചിട്ടുള്ള ടേം എപ്പോഴും 0.5 കൂടുതലാണ്. ഈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 2 point something ആണ്. അപ്പൊ 2 point something into 0.5, 0.5 2 point something ഈ പോയിന്റ് ഇതെന്ന് പറഞ്ഞ എപ്പോഴും എന്റെ വാല്യൂ ഒന്നിനേക്കാൾ മേലെ കൊടുത്തു കഴിഞ്ഞാൽ 0.5 മേലെയാണ്, അപ് ടു 1 വരെ വരും. ഇപ്പൊ 1000 by 1000 കൊടുത്തു കഴിഞ്ഞാൽ 0.999 ആണ് വരാൻ. ഞാൻ ചെയ്ത് നോക്കിയുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എപ്പോഴും 0.5 കൂടുതലാണ്. ഇത് 2 point something ആണ്. ഇതിനെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്ന വാല്യൂ എപ്പോഴും 1 കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് എന്താ കിട്ടിയത്? ഈ കിട്ടിയ വാല്യൂ മുഴുവൻ greater than 1 ആണ്. ദാറ്റ് ഈസ് an by an plus 1 is greater than 1. That is an greater than an plus 1 for all n greater than equal to 1. അതായത് a1 greater than a2 greater than a3 etc etc an greater than an plus 1 etc. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? a1 നേക്കാൾ വലുതാണ് a2, a2 നേക്കാൾ വലുതാണ് a3, a3 നേക്കാൾ വലുതാണ് a4, അങ്ങനെ കിട്ടി. ഇതാണ് ഡിക്രീസിംഗ് സീക്വൻസിന്റെ അർത്ഥം. കുറഞ്ഞു വരാം. സോ ദ ഗിവൺ സീക്വൻസ് ഈസ് ഡിക്രീസിംഗ്. ദിസ് ഈസ് ഡിക്രീസിംഗ്. അപ്പൊ എങ്ങനെയാണ് ഇൻക്രീസിംഗ് ചെക്ക് ചെയ്യേണ്ടതെന്നും ഡിക്രീസിംഗ് ചെക്ക് ചെയ്യേണ്ടതെന്നും മനസ്സിലായി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ പ്രോബ്ലംസ് ചെയ്യാം.